ഇനി വയനാട്ടിലേക്ക് പോയാൽ മുപ്പൈനാട് വാളത്തൂരിൽ ജനവാസ മേഖലയിൽ കരടി ഇറങ്ങി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി കരടിയെ പിടികൂടി വനത്തിൽ തുറന്നുവിട്ടിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. സുർജിത്ത്, അങ്ങനെ ആ കരടിയെ പിടികൂടാനായിട്ടുള്ളത് വനത്തിലേക്ക് മാറ്റുകയും ചെയ്തു. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എങ്ങനെയാണ് വിവരങ്ങൾ? ഒരു മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. മുപ്പൈനാട് വാളത്തൂർ എന്ന് പറയുന്നത് ജനവാസ മേഖലയാണ്. ആ ജനവാസ മേഖലയിലാണ് കരടി ഇറങ്ങിയത്. നാട്ടുകാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. കരടി ജനവാസ മേഖലയിലും തോട്ടങ്ങളിലും ഓടി നടക്കുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അതിനുശേഷം ഈ കരടിയെ ഫോളോ ചെയ്തു. അതിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു. ആ ട്രാക്ക് ചെയ്ത ശേഷമാണ് അതിനെ പിടികൂടാൻ കഴിഞ്ഞത്. വല ഉപയോഗിച്ചുകൊണ്ടാണ് കരടിയെ പിടികൂടിയിരിക്കുന്നത്. നിലവിൽ കരടിയെ വനംവകുപ്പിൻ്റെ ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ള തരത്തിലാണ്. ഒരുപക്ഷെ വനമേഖലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നാകാം എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും മറ്റാരോഗ്യ പ്രശ്നങ്ങൾ കരടിക്ക് ഇല്ല എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ വ്യക്തമാകുന്നു. ഈ നിലവിൽ ഇതിനുശേഷം, അതായത് പൂർണ്ണമായ പരിശോധനയ്ക്ക് ശേഷം മറ്റു നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കും. ഒരുപക്ഷെ വനത്തിലേക്ക് തുറന്നു വിടുക എന്നുള്ള ഒരു നീക്കമാകും വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ നാട്ടിലേക്ക് കരടി കൂടി എത്തുന്നു. മുൻപ് നമ്മൾ ഇത്തരത്തിലുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. കരടി, ആന, പോത്ത്, അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ച് ചൂട് കൂടുന്ന ഒരു സാഹചര്യം കൂടി ആവുമ്പോൾ ഇനിയും കൂടുതൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്.